ഇന്ന് ശ്രീ രാഹുൽ ഗാന്ധിയുടെ ബർത്ത്ഡേ ആണ്. രാവിലെ തന്നെ ഒരു വീഡിയോ ചെയ്യണമെന്നൊക്കെ ഞാൻ കരുതിയിരുന്നു. പക്ഷേ മുംബൈയിൽ നിന്ന് കേരളത്തിലേക്കുള്ള യാത്രയായിരുന്നു. രാത്രിയാണ് ചെയ്യാൻ പറ്റിയത്. രാഗയുടെ ഇന്ത്യയുടെ ഷാഡോ പ്രൈം മിനിസ്റ്റർ നെഹ്റു ഗാന്ധി കുടുംബത്തിലെ ഇന്നത്തെ ഏറ്റവും അറിയപ്പെടുന്ന ഫേസ് ആയ ശ്രീ രാഹുൽ ഗാന്ധിയുടെ 55-ാം പിറന്നാളാണ് ഇന്ന്. രാവിലെ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അടക്കം ശ്രീ രാഹുൽ ഗാന്ധിക്ക് വിഷും മറ്റും നേർന്നിരുന്നു. നരേന്ദ്രമോദി അടക്കം ശ്രീ രാഹുൽ ഗാന്ധിയെ വിഷ് ചെയ്തു. ശ്രീ സ്റ്റാലിൻ അടക്കം ആശയവും കാഴ്ചപ്പാടും പേർപ്പസും അതിൽ നമ്മൾ ബ്രദർ ഇൻ ഐഡിയൽസ് ആണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ തെരു സ്റ്റാലിൻ അല്ലെങ്കിൽ ശ്രീ സ്റ്റാലിൻ അടക്കമുള്ളവർ അതിന് റെസ്പോണ്ടും മറ്റും ചെയ്തിട്ടുണ്ട്. എനിക്കത് വളരെ കൗതുകമായി തോന്നിയത്, നന്മയായി തോന്നിയത് ശ്രീ രാഹുൽ ഗാന്ധിയുടെ ട്വിറ്റർ ID കൂടി ടാഗ് ചെയ്തുകൊണ്ടാണ് നരേന്ദ്രമോദി അത് ചെയ്തത്. അത് വളരെ കൗതുകമുള്ളൊരു കാര്യമായി. അപ്പോൾ വളരെ നന്നായി തന്നെ ഇങ്ങനെയൊക്കെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജനാധിപത്യം പോകേണ്ടത്. അങ്ങോട്ടും ഇങ്ങോട്ടും തീർച്ചയായിട്ടും തർക്കങ്ങൾ ഉണ്ടാകാം, എതിരഭിപ്രായങ്ങൾ ഉണ്ടാകാം. നമ്മുടെ നരേന്ദ്രമോദിജിക്ക് തിരിച്ച് ശ്രീ രാഹുൽ ഗാന്ധി താങ്ക് യു ഫോർ യുവർ വിഷസ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി എന്ന് പറയുന്ന അത് കൊടുക്കുകയും ചെയ്തു. നമ്മുടെ ജനാധിപത്യം അങ്ങനെയാണ് വൈബ്രന്റ് ആകേണ്ടത്. ഒരു വ്യക്തിയോടായിരിക്കരുത് നമ്മുടെ എതിർപ്പ്, നിലപാടുകളോടായിരിക്കണം, ആശയങ്ങളോടായിരിക്കണം, കാഴ്ചപ്പാടുകളോടായിരിക്കണം. അദ്ദേഹത്തിന് ലോങ്ങും ഹെൽത്തി ലൈഫും ഉണ്ടാകട്ടെ എന്ന് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ രാഹുൽ ഗാന്ധിയെ വിഷ് ചെയ്യുന്നു. രാഹുൽ ഗാന്ധി തിരിച്ച് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി എന്ന അഡ്രസ്സ് വളരെ കൗതുകമായി തോന്നും. രാഹുൽ ഗാന്ധി അതിശക്തമായ പെർഫോമൻസ് ആണ് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ തുടക്കത്തിൽ വെച്ചത്. ഇടയ്ക്ക് ചെറുതായിട്ട് 5th ഗിയറിൽ നിന്നൊരു 4th ഗിയറിലോട്ട് പോയി എന്നൊരു തോന്നലുണ്ടാക്കി. പക്ഷേ രാഹുൽ ഗാന്ധി ശക്തമായ സാന്നിധ്യമായി ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും ഓടിയെത്തുകയും ഒരു കൗണ്ടർ നറേറ്റീവ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രീ രാഹുൽ ഗാന്ധിയെ വളരെ വസ്തുനിഷ്ഠമായി നിഷ്പക്ഷമായി വിലയിരുത്തിയാൽ ശ്രീ രാഹുൽ ഗാന്ധിയുടെ പെർഫോമൻസ് വളരെ ഹൈ തന്നെയാണ്. 1-2 കാര്യങ്ങളിൽ അദ്ദേഹം വിമർശന വിധേയനാകുകയും വേണം. ഉദാഹരണം, ശ്രീ ശശി തരൂറിന്റെ പേര് വിദേശ യാത്രകൾക്ക് കൊടുത്തില്ല. അത് വിമർശിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ അതൊക്കെ മറ്റൊരു അവസരത്തിലാണ്. രാഹുൽ ഗാന്ധിയുടെ ബർത്ത്ഡേ വലിയ രീതിയിലാകട്ടെ. ഇന്ത്യക്ക് വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്ത കുടുംബമാണ്. അതായത് സ്വാതന്ത്ര്യ സമര കാലത്ത് തന്നെ ശ്രീ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധിയുടെ ഏറ്റവും അടുത്ത ശിഷ്യന്മാരിൽ ഒരാൾ, അദ്ദേഹത്തിന്റെ പിതാവ് ശ്രീ മോത്തിലാൽ നെഹ്റു അടക്കം, മോത്തിലാൽ നെഹ്റു ആകട്ടെ, മഹാനായ നമ്മുടെ ആദ്യ പ്രധാനമന്ത്രി ശ്രീ പണ്ഡിറ്റ് നെഹ്റു ആകട്ടെ, ഇന്ത്യയുടെ ഉരുക്ക് വനിതയായ ശ്രീ ഇന്ദിരാഗാന്ധി ആകട്ടെ, ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ യുവാക്കളെ ചാം ചെയ്ത് യുവത്വത്തിന്റെ പ്രതിരൂപമായി മാറിയ ശ്രീ രാജീവ് ഗാന്ധി ആകട്ടെ, ശ്രീമതി സോണിയാഗാന്ധി വിദേശത്ത് ജനിച്ച് നമ്മുടെ നാടിന്റെ മകളായി മരുമകളായി ഒക്കെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ആ പാർട്ടിയെ നയിച്ച ശ്രീമതി ഇന്ദിരാഗാന്ധി ആകട്ടെ, ഇന്ന് ശ്രീ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ആകട്ടെ. അപ്പോൾ ആ കുടുംബം ഒരുപാട് ഇന്ത്യക്ക് വേണ്ടി സേവനം ചെയ്തവരാണ്, ഒരുപാട് ഇന്ത്യക്ക് വേണ്ടി നന്മ ചെയ്തിട്ടുള്ളവരാണ്. അവരുടെ ശ്രീമതി ഇന്ദിരാഗാന്ധി ഖാലിസ്ഥാനി തീവ്രവാദത്തോട് പോരാടി നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ് രക്തസാക്ഷിയാകുന്നത്. അല്ലെങ്കിൽ തമിഴ് പുലികളിലെ LTTയുടെ തീവ്ര സുരക്കാരോട് അവരുടെ ഈ തീവ്രവാദ പ്രവർത്തനം കാരണം നമുക്ക് നഷ്ടമായതാണ് ശ്രീ രാജീവ് ഗാന്ധി. അങ്ങനെ ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച വലിയൊരു കുടുംബത്തിൽ നിന്നാണ് ശ്രീ രാഹുൽ ഗാന്ധി വരുന്നത്. അദ്ദേഹത്തിന് എല്ലാവിധ ആയുസ്സും ആരോഗ്യവും നൽകട്ടെ. അദ്ദേഹം എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണമെന്നും കൂടി ആഗ്രഹമുണ്ട്. അദ്ദേഹം കല്യാണം കഴിക്കുകയും കുട്ടികൾ ഉണ്ടാകുകയും വേണം. നമ്മുടെ രാജ്യത്തിന് അവരും ഒരു മുതൽക്കൂട്ടാകും. ശ്രീ രാഹുൽ ഗാന്ധിക്ക് എല്ലാവിധ ഹാപ്പി ബർത്ത്ഡേയും നേരുന്നു. ദൈവം ശ്രീ രാഹുൽ ഗാന്ധിയെ, ശ്രീ പ്രിയങ്ക ഗാന്ധിയെ, അവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്.